പ്രൈസ് ദ ലോർഡ്. ഈ വിശുദ്ധ പകൽക്കാലം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന പദവികൾ അത് ഉപയോഗിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ആരാധന പ്രാർത്ഥിച്ചാരംഭിക്കാം. ഭവനങ്ങളിലായിരിക്കുന്നവർ എവിടെയെങ്കിലും ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശ്രവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ സമയമെടുത്തവരെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചാരംഭിക്കാം. നല്ല പിതാവേ, ഒരു പകൽ കൂടെ, ഈ ഒരു വിശുദ്ധ പകൽ കൂടെ ഞങ്ങൾക്ക് ആരാധിക്കുവാൻ തന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നു ചേരുവാൻ, ഞങ്ങൾ പാട്ടുകൾ പാടി അങ്ങേ ആരാധിക്കുവാൻ, ഞങ്ങളുടെ ശരീരം ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ഭവനങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലങ്ങളായി മാറുവാൻ, വചനം ശ്രവിക്കുവാൻ, വചന ശുശ്രൂഷ ഞങ്ങൾ അനുഭവിക്കുവാൻ, അതിൽ കൂടെ അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാർത്ഥനയുടെ മറുപടികളും പ്രാപിക്കുവാൻ, പ്രാർത്ഥിച്ചാരംഭിക്കുന്ന നിമിഷങ്ങൾ മുതൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന ആശീർവാദം പറയുന്ന നിമിഷങ്ങൾ വരെ ദൈവത്തിന്റെ ശക്തിയിൽ ഞങ്ങളെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ വലിയ പകർച്ചകൾ കർത്താവ് നൽകണം. വചനത്തിൽ കൂടെ വിടുതലുകളും ദൈവത്തിന്റെ ഹിതവും ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നിസ്തുല്യ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്. മാനവും പുകഴ്ചയും സകല സ്തുതിയും അങ്ങേക്ക് മാത്രമായിരിക്കും. മഹത്വമെല്ലാം അങ്ങേക്ക് കയറ്റുന്നു. മാത്രമല്ല, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വീകരിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. ആദ്യാവസാനം ഭരിച്ചു നടത്തിയാലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തവൻ, വാഗ്ദത്തത്തിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ഒരു കർത്താവ് നമ്മളോട് ചേർന്ന് നമ്മളോട് കൂടെ ഉള്ളതിനാൽ കർത്താവിനെ ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് അതിരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മുടെ ശൈലവും നമ്മുടെ കോട്ടയും നമ്മുടെ രക്ഷ നമ്മുടെ ആശ്രയമായി നമ്മളോട് കൂടെയുണ്ട്. ആ ദൈവത്തെ ഒരു പകൽക്കാലം കൂടെ നമുക്ക് ആരാധിക്കുവാൻ കിട്ടിയ പദവിയെ, ഈ അവസരത്തെ മുഴുവനായി വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണ ബലത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആരാധിക്കാം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം, അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനീതിയേ, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനീതിയേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. മിഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. മിഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ഊരിരുളായാലും താഴ്വരയായാലും
പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ ശക്തരെ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ വിമാനാതെ വിവശാന്തേരിയാലകസ് മത്തേരിയാലമാനത്തേരിയാലകസ് ശാന്തേരേ ഓ അങ്ങ് മാത്രം രാജാതി രാജാവും ഓ കർത്താതി കർത്താവും മഹത്വമായ പ്രഭു ഹല്ലേലൂയ അങ്ങയുടെ നാമം ഏറ്റവും മീതെയുള്ളതും ഹല്ലേലൂയ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമേ സകല സ്തുതികളിൽ മേലും വസിക്കുന്ന കർത്താവേ സകല മാനവും പുകഴ്ചയും ഓ സകലവും അങ്ങേക്ക് മാത്രം ഓ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ 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 എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നീ സൗമ്യത എന്നെ വലിയവനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി എൻ രക്ഷയായ ഓ ഹല്ലേലൂയ ഉയർച്ചയായ എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി യോഗ്യനേശുവേ യോഗ്യനേശുവേ അയോഗ്യനായ ദൈവത്തെ ഈ നഗരങ്ങളെ തുറന്നു സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ എത്ര പേർ കൂടിയിരിക്കുന്നുള്ളതാണ് വിഷയമല്ല ഏത് പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്നുള്ളത് വിഷയമല്ല ദൈവ സാന്നിധ്യം ഇന്ന് ചലിക്കാമെങ്കിൽ അത് എവിടെ വേണമെങ്കിലും ഏത് സ്ഥാനത്ത് വേണമെങ്കിലും കാരണം അവൻ വലിയവൻ അവൻ യോഗ്യൻ അവൻ സകലത്തിനും മീതെ ഓർമ്മ ശക്തി
യേശുവേ, അങ്ങേ പോലെ വേറൊരു ദൈവമില്ല. സ്വർഗത്തിലും ഭൂമിയിലും അങ്ങേക്കാൾ വലിയവനായ ഒന്നുമില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനപ്പുറമായി ഞങ്ങളുടെ ദൈവമുണ്ട്. അവൻ സർവശക്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുമ്പോൾ ചിലതെല്ലാം അഴിയേണ്ടത് അഴിഞ്ഞ്, ചില രോഗങ്ങളുടെ കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് കരങ്ങളെ തട്ടി ദൈവത്തിന്റെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഉയർപ്പിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി അത് നമ്മളിലേക്ക് നിറയുമ്പോൾ ഇന്ന് ആ ദൈവത്തെ ആനന്ദത്തോടെ പാടി വാഴ്ത്താം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഈഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ. ആമേൻ. ചേർന്ന് കരങ്ങളെ തട്ടി പാടി കർത്താവിനെ വാഴ്ത്താമല്ലോ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്നെ യേശു ജീവിക്കും നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നെ യേശു ജീവിക്കും നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കല്ല എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലൻ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മന്നീലല്ലൻ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാടിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എന്നിൽ യേശു ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, എന്നിൽ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം വികാര ശക്തി മാറാ. വികാര തേരെ വികാര ശക്തി വൈരാ തേരെ വികാര തേരെ വികാര ശക്തി തേരെ വികാര തേരെ വികാര ശക്തി
മാറിടുന്നേ നിത്യം നിമ്യമാണെനിക്ക് ലോകലാവണ്യം നിമ്യമാണെനിക്ക് ലോകലാവണ്യം യേശുവേ പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് അടുത്തു വരാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ബലവാനായ ഞങ്ങളുടെ ബലമുള്ള പാദങ്ങളിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. ഇന്ന് ദൈവശബ്ദം ഞങ്ങൾക്കുണ്ടാകേണ്ടതിന്, ഞങ്ങൾ അങ്ങയുടെ വചനം കേൾക്കേണ്ടതിന്, അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ വെളിപ്പാടിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണം. മഹത്വം കർത്താവിനായിരിക്കും. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ദൈവിക മേഘങ്ങൾ എന്ന ആശയത്തിലൂടെയാണ് നമ്മൾ പോയത്. നമ്മുടെ ഏറ്റവും പ്രാഥമികമായ ആപ്തവാക്യമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമായിരുന്നു നമ്മൾ വായിച്ചത്. പ്രകാശമുള്ള ഒരു മേഘം അവരെ മൂടി. ആ മേഘത്തിൻ്റെ കീഴിൽ പല കാര്യങ്ങളുണ്ടായി. ഒന്ന്, പിതാവായ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞു. 2, പുത്രൻ്റെ കൂടെ വന്നിരുന്ന ശിഷ്യന്മാർ അല്ലെങ്കിൽ പത്രോസ് മുതലായവർ വേറെ ഒരു അന്തരീക്ഷത്തിലായി. അവരുടെ പഴയ സാഹചര്യങ്ങൾ മറന്നു. പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, കരം കൊടുക്കുവാൻ നിവൃത്തിയില്ലാതിരുന്ന പത്രോസ് ഒരൊറ്റ പ്രഖ്യാപനം, ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കാൻ പോകുകയാണ്. മോശയ്ക്കും ഏലിയാവിനും യേശുവിനും വസിക്കുവാൻ കൊള്ളാവുന്ന 3 ഭവനങ്ങൾ ഞങ്ങൾ നിർമ്മിക്കാൻ പോകുകയാണ്. അവരുടെ താഴ്ന്ന അവസ്ഥയെ അവർ മറന്നു. അവർ ദൈവത്തിന് തുല്യരായി ദൈവ അനുരൂപമായ മറ്റൊരു സാഹചര്യത്തിലേക്ക് അവർ ഉയർന്നതായി അവരുടെ മനോഭാവം അവർ വെളിവാക്കി എന്ന് കാണുവാൻ കഴിയും. അങ്ങനെ അവർ അഭിഷേകത്തിൻ്റെ മേഘം എന്ന വിഷയത്തിലേക്ക് നമ്മൾ കയറി വന്നു. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗൗരവമായി ചിന്തിച്ചത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന് യേശു എടുത്തു പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് തിരുവചനത്തിൽ ഈ ജീവജല നദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 പ്രധാന ഭാഗങ്ങൾ നമ്മൾ എടുത്തു. ഒന്നാമത്തെ ഭാഗം ഏദൻ തോട്ടത്തിൽ നിന്നായിരുന്നു. ഒരു നദി പുറപ്പെട്ട് 4 ശാഖകളായി പിരിഞ്ഞു. ലോകത്തിലുള്ള സാധാരണ നദികൾ പല തോടുകൾ ചേർന്ന് ഒരു നദിയാകുന്നതിന് പകരം ഇത് ജലാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന 4 നദികളായി തിരിയുന്ന ഒരു ഭാഗം കാണാം. ഒരു നദി പുറപ്പെട്ടു, 4 ശാഖകളായി പുറപ്പെട്ടു. 4 ശാഖകളും നദിയും അതിൻ്റെ പ്രധാന ഉദ്ദേശം ഏദൻ തോട്ടത്തെ നനയ്ക്കുക എന്നതായിരുന്നു. ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നതായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കേണ്ടതായ ആത്മനദിയെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് എന്നതിനാൽ ഈ നദി ദൈവസഭയെ ആദ്യമായി നനയ്ക്കേണ്ടതാണ്. 1, അത് ആരിൽ നിന്ന് ഒഴുകുന്നുവോ ആ വ്യക്തിയെ തന്നെ നനയ്ക്കണം. 2, ദൈവത്തിൻ്റെ സഭയെ നനയ്ക്കണം. അതിനുശേഷം ഇത് വെളിയിലേക്ക് ഒഴുകും എന്ന് കാണുവാൻ കഴിയും. 2ാമത്തെ റെഫറൻസ് നമ്മൾ എടുത്തത് മോശയുടെ ചരിത്രത്തിൽ നിന്നാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ 2 പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് തീരെ വെള്ളം കിട്ടാതെയാകുകയും അവർ നിലവിളിക്കുകയും ചെയ്തു. മാറായെ മധുരമാക്കിയത് മറ്റൊരു സംഭവമാണ്. എന്നാൽ ഒട്ടും വെള്ളം കിട്ടാതെ ഇവർ നിലവിളിച്ച 2 സാഹചര്യങ്ങളുണ്ടായി. 1ാമത്തെ സാഹചര്യത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, നിന്നോട് കൽപ്പിച്ച വടി കയ്യിലെടുത്തുകൊണ്ട്, അഥവാ നീ നദിയെ അടിച്ചതായി അതേ വടിയും കയ്യിലെടുത്തുകൊണ്ട് പോയി പാറയെ അടിക്കുക, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടും. ഇത് അടിക്കപ്പെട്ട പാറയായ ക്രിസ്തുവിനെ കുറിക്കുന്നതാണ് എന്ന് 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. 2ാം പ്രാവശ്യം ദൈവം മോശയോട് പറഞ്ഞു, നീ ആ പാറയോട് കൽപ്പിക്കണം. മോശയെ ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് ഉയർത്തുവാൻ ദൈവം തീരുമാനിച്ചതായിരുന്നു. അതിനുവേണ്ടിയാണ് തന്നോട് പറഞ്ഞത്, നീ പോയി പാറയോട് കൽപ്പിക്കണം. പക്ഷേ അപ്രാവശ്യവും മോശ പോയി പാറയെ അടിക്കുകയാണ് ചെയ്തത്.
കേവലം മോശയുടെ ലെവൽ മാറ്റുക മാത്രമല്ല, ദൈവിക ലക്ഷ്യം, ഉദാഹരണങ്ങൾ മാറ്റുവാൻ പാടില്ല എന്നത് ദൈവത്തിന് നിർബന്ധമാണ്. അടിക്കപ്പെട്ട പാറ എന്നറിയപ്പെടുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു കഷ്ടമനുഭവിക്കുന്നത് ഒരിക്കലായി മാത്രമേ ഉള്ളൂ. രണ്ടാം പ്രാവശ്യം കൽപ്പിച്ചാൽ മതി, പാറ വെള്ളം തരും എന്ന ആശയം അതിനകത്ത് ഉൾപ്പെടുന്നു. പക്ഷേ മോശ അത് തിരിച്ചറിയാതെ, അല്പം അവിവേകമെന്ന് ഞാൻ എടുത്തു പറയട്ടെ, മോശ രണ്ടാം പ്രാവശ്യവും പാറയെ അടിച്ചു. ആകയാൽ ദൈവം മോശയോട് കോപിച്ചു. എങ്കിലും അത് ഒരു ജലാശയമായി മാറി. ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകുവാൻ തുടങ്ങി. അത് ഒരു നദിയായി, പിന്നെ പല നദികളായി, കൈവഴികളായി തിരിഞ്ഞൊഴുകി. യഹൂദൻ്റെ പാളയത്തിലൊക്കെയും ഇസ്രയേലിൻ്റെ പാളയത്തിലൊക്കെയും മരുഭൂമിയിലോ കൂടെ അതൊരു നദിയായി ഒഴുകി എന്ന് കാണാം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. മൂന്നാമത് ഒരു റെഫറൻസ് നമ്മൾ എടുത്ത് തൊട്ടു തുടങ്ങിയിരുന്നു. അത് എസെക്കിയേലിൻ്റെ പ്രവചനം 47-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദേവാലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നതായി കണ്ടു. ദയവായി 1-2 വാക്യങ്ങൾ നമുക്കൊരു പ്രാവശ്യം കൂടെ വായിക്കാം. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നതിനാൽ അതിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും വെള്ളം കിഴക്കോട്ട് ഒഴുകുന്ന കാഴ്ച ഞാൻ കണ്ടു. 2-3 വാക്യങ്ങൾ വരെ വരുമ്പോൾ അവൻ എന്നെ ആലയത്തിനകത്തൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമാറാക്കി. ആലയത്തിനകത്ത് ആ വെള്ളം എല്ലാ ഇടങ്ങളിലും ഒഴുകുന്നതായി കണ്ടു. ഒരു വ്യക്തിയിലേക്ക് ആത്മനദി ഒഴുകുമെങ്കിൽ, തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒഴുകണമെങ്കിൽ അവൻ ആലയവുമായി ഒരു ബന്ധം വേണം എന്ന് എടുത്തു കാണിക്കേണ്ടതിനായി എസെക്കിയേൽ പ്രവാചകനെ ദൈവം ആലയത്തിൻ്റെ അകത്തൂടെ കറങ്ങി നടക്കുമാറാക്കി. കറങ്ങി നടന്ന എസെക്കിയേൽ ആലയം ഒന്നുകൂടെ കണ്ടു, അല്ലെങ്കിൽ പരിചയം പുതുക്കി, ആലയവുമായുള്ള ബന്ധം പുതുക്കി. ആലയത്തിനകത്ത് ഒരു ഭാഗത്തുകൂടെ നദി പുറത്തു വരുന്നതായി കണ്ടു. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 47-ന്റെ 3-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. ഇവിടെയാണ് ഒരു പ്രധാന ആശയം നമ്മൾ തൊട്ടു തുടങ്ങിയത്. ഈ ആലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദിയുടെ പ്രത്യേകത അത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ, എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിന്റെ കാഴ്ചപ്പാടിൽ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ആരംഭിക്കുന്ന നദിയാണ്. ആലയം ചുറ്റിക്കറങ്ങി വെളിയിലോട്ടൊഴുകി എന്നെ കൊണ്ടുവന്നു, 1000 മുഴം അളന്നു, 1000 മുഴം എന്നെ കടക്കുമാറാക്കി. ആത്മനദിയിലേക്ക് ഇറങ്ങുന്ന വ്യക്തികളെ ഓരോ മുഴം വീതം അളക്കാറില്ല, പകരം 1000 മുഴം ഒരുമിച്ചാണ് അളക്കുന്നത്. അല്പാൽപ്പം ക്രിസ്തുവിൽ വളരെ എന്ന ആശയത്തിനുപരിയായി ദൈവവുമായി ഒരു പാക്കേജിലേക്ക് ഏർപ്പെടുക, എൻ്റെ ജീവിതം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കപ്പെടുക. ഭാര്യാഭർത്തൃബന്ധത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ചേരുന്നത് വളരെ സ്ലോലി അല്ല, അവരിൽ പതുക്കെ പതുക്കെയായി, ഒരുപാട് ഘട്ടങ്ങളായല്ല. അവർ ഒരു ദിവസം ഒരു തീരുമാനമെടുക്കുന്നു, ഇന്നു മുതൽ നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായി ഒരുമിച്ച് പാർക്കും. ദൈവവുമായുള്ള ബന്ധവും അതുപോലെയാണ്. ആദ്യം 2 ദിവസം മീറ്റിങ്ങിന് പോയി, പിന്നെ 3 ദിവസമായി, 4 ദിവസമായി, 5 ദിവസമായി. പണ്ട് സിഗരറ്റ് വലിക്കുമായിരുന്നെങ്കിൽ 100 സിഗരറ്റ് വലിച്ചിരുന്നത് 99ആയി, പിന്നെ 98.5ആയി. അങ്ങനെ കുറച്ചു കൊണ്ടുവന്ന് ഒടുവിൽ ഞാൻ അങ്ങ് പൂർണ്ണനാകുമെന്ന് പറയുന്നതല്ല. കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും യേശുവിനോട് ചേരുവാൻ വെള്ളത്തിൽ സ്നാനമേൽക്കുകയും ആത്മാവിനെ പ്രാപിക്കുകയും വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ജീവിച്ചു കൊള്ളുവാനും ജീവിതത്തിൽ ഒരു പ്രമാണമെടുക്കും. 1000 മുഴം ഒരുമിച്ചാണ് അളക്കുന്നത്. ഇറ്റ്സ് എ പാക്കേജ്. പരിശുദ്ധാത്മ നദിയുമായി തൊട്ട് ചിന്തിച്ചു വരുമ്പോൾ 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. അളന്നത് വേറെ കാര്യം, കടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം, ദൈവത്തിൻ്റെ കൃപ വേണം. ആർക്കും സ്വയമായി കടക്കുവാൻ കഴിയുന്നതല്ല ആത്മനദി. അവൻ എന്നെ 1000 മുഴം അളന്ന് 1000 മുഴത്തിലൂടെ കടക്കുമാറാക്കി എന്ന് കാണാം. എനിക്ക് സ്വയം ചെയ്യാവുന്നതല്ല. ഞാനൊരു പാറ കണ്ടുപിടിച്ച് ആ പാറമേൽ ചാടിക്കയറി എന്ന് പറയുവാൻ വേദപുസ്തകത്തിൽ വ്യവസ്ഥയില്ല. പകരം അവൻ എന്നെ ആഴമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്നാണ് കാണുന്നത്. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എൻ്റെ കഴിവിനാലായി എന്ന് പറയുവാൻ, എൻ്റെ പ്രാപ്തിയാൽ നടന്നുവെന്ന് പറയുവാൻ, എൻ്റെ വിദ്യാഭ്യാസത്താൽ മാനദണ്ഡങ്ങളാൽ എനിക്കത് സാധിച്ചുവെന്ന് പറയുവാൻ സാധ്യമല്ല. ആകുന്നത് കൃപയാലാകുന്നു. അവൻ 1000 മുഴം അളന്നു, എന്നെ അതിലൂടെ
അതിലൂടെ കടക്കുമാറാക്കി. 1000 മുഴം ആത്മനദിയിലൂടെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും വെള്ളം നരിയാണിയോളമായി എന്ന് നമ്മൾ കാണുവാൻ ഇടയായി തീർന്നു. അതെ, 3-ാമത്തെ വാക്യത്തിൽ അവൻ എന്നെ നരിയാണിയോളം വെള്ളത്തിലേക്ക് ഇറക്കി നടക്കുമാറാക്കി. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിലേക്ക് ഏർപ്പെട്ടു. ഇത് ആത്മനദിയാണെങ്കിൽ ആണ് എന്ന് അല്പം കൂടെ കഴിയുമ്പോൾ മനസ്സിലാകും, അല്ലെങ്കിൽ വ്യക്തമാകും. ആത്മനദിയിലേക്ക് അവൻ എന്നെ ഇറക്കിയെങ്കിൽ ആ ദൈവം എന്നെ നടത്തുന്നത് അനുസരിച്ച് ആദ്യത്തെ 1000 മുഴം ഞാൻ നടന്നു കഴിഞ്ഞതോടെ വെള്ളം എൻ്റെ നരിയാണിയോളമായി, നാടൻ ഭാഷയിൽ എൻ്റെ കാലിൻ്റെ പൊത്ത മുങ്ങുവാൻ ഉള്ള വെള്ളമായി അവിടം വരെയായി. എനിക്ക് ആത്മാവിനെ അനുഭവിക്കുവാൻ കഴിയും. ഞാൻ ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ചിട്ടുണ്ട്. ആത്മശക്തി എൻ്റെ മേൽ വരുന്നത് എനിക്കറിയാം. ഞാൻ ഉറക്ക കൈയടിച്ചെന്ന് വരും, ഉറക്ക പാട്ടുപാടി എന്ന് വരും. അതൊക്കെ ഒരു ആത്മശക്തിയുടെ അനുഭവമാണ്. ഒരുപക്ഷെ ഞാൻ അന്യഭാഷ പറഞ്ഞു എന്ന് വരും. ആത്മശക്തിയുടെ അനുഭവങ്ങൾ എനിക്ക് മനസ്സിലാകുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ എമേവർഗീസിന് വേണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും ആരംഭ പടികളെക്കുറിച്ചും 1 മണിക്കൂർ ലെക്ചർ തരുവാൻ കഴിയും. അതതിൻ്റെ ആരംഭ പടികളാണ്. എന്നെ കടക്കുമാറാക്കി സത്യമായി ഞാൻ കടന്നു. 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അദ്ദേഹം എന്നെ അടുത്ത 1000 മുഴം കടക്കുമാറാക്കി എന്ന് കാണാം. ദയവായി വായിക്കാമോ? 3ഉം 4ഉം വാക്യങ്ങൾ ചേർത്ത്. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. ആദ്യത്തെ 1000 മുഴം നടന്നു കഴിഞ്ഞവനെയാണ് 2-ാമത്തെ 1000 മുഴം അളന്ന് അതിലൂടെ നടക്കുമാറാക്കുന്നത്. ദൈവം ആരംഭത്തിങ്കിൽ അരുളി ചെയ്ത അരുളപ്പാടുകളെയും കൽപ്പനകളെയും അനുസരിക്കാത്ത ഒരുവന് അടുത്ത പടിയെക്കുറിച്ചുള്ള ആലോചന പലപ്പോഴും ലഭ്യമാകാറില്ല. തുടർന്ന് എന്തു വേണമെന്ന് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഒരാൾ ഇന്ന് പകൽ ആയിരിക്കുന്ന സാഹചര്യം തുടർന്ന് എന്തു വേണമെന്ന് അറിയാൻ വയ്യാത്ത സാഹചര്യമാണെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയൂ. ഒരു പക്ഷേ ഇതുവരെ ലഭിച്ചിട്ടുള്ള വെളിപ്പാടുകൾ അളന്ന 1000 മുഴം താങ്കൾ നടന്നു തീർന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം 2-ാമത്തെ 1000 മുഴം അളക്കാത്തത്. 1-ാമത്തെ 1000 മുഴം അളന്നു. വെള്ളം നരിയാണിയോളം ആകുന്നത് വരെ ഞാൻ നടന്നു കഴിഞ്ഞവന് വേണ്ടി 2-ാമത്തെ 1000 മുഴം അളന്നു. വെള്ളം മുട്ടോളമായി. ആത്മാവിൽ അല്പം കൂടെ ഗൗരവമുള്ള അനുഭവങ്ങളിലേക്ക് ഇറങ്ങിത്തുടങ്ങി. ചിലർ ഭയപ്പെടാൻ തുടങ്ങും. വെള്ളം കണ്ടിട്ടില്ലാത്തവർ മുട്ടോളം വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയപ്പെടാൻ തുടങ്ങും. മുട്ടോളം വെള്ളത്തിലും എന്നെ കടക്കുമാറാക്കി. അന്യഭാഷകൾ കഴിഞ്ഞു ഒരുപക്ഷെ വ്യാഖ്യാനപരത്തിലേക്ക് ഇറങ്ങി എന്ന് വരാം. ഒരു പക്ഷെങ്കിൽ ചെറിയ രോഗശാന്തികളുടെ അനുഭവങ്ങളിലേക്ക് പോയി എന്ന് വരാം. ചെറിയ സ്വപ്നങ്ങൾ ദർശനങ്ങളാണെന്ന് തോന്നിയെന്ന് വരാം. എന്തോ ആത്മീയ അനുഭവത്തിൽ ഒരല്പം പുതുമ. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദൈവവചനത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ലഭിക്കും. തിരുവചനം വായിച്ചാൽ അർത്ഥം ഗ്രഹിച്ചു തുടങ്ങും. 2-ാമത്തെ 1000 മുഴം അളന്നു. വെള്ളം മുട്ടോളമായി. അടുത്ത ഒരു വാക്യം വായിക്കാമോ? 5-ാമത്തെ വാക്യം. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. വെള്ളം ഉയർന്നു. ഏതാണ്ട് അരയോളമായി. ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ അത് കാണാം. ഏതാണ്ട് അരയോളമായി. നീന്തുവാൻ തക്കവണ്ണം വെള്ളം ഉയർന്നു. മലയാള തർജ്ജമയ്ക്കകത്തൊരു പരിമിതി വന്നുപോയത് ഞാനിവിടെ എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നു. ഇവിടം വരെ കടന്നു. മുട്ടോളമാകുന്നത് വരെ കടന്നു. അരയോളമാകുന്നത് വരെ കടന്നു. അവിടെ വന്നതോടുകൂടെ നീന്തത്തക്കവണ്ണം വെള്ളം ഉയർന്നു. അവൻ എന്നെ അതിലൂടെ കടക്കുമാറാക്കി. അരയോളം വെള്ളത്തിൽ അല്ലെങ്കിൽ നീന്തുവാൻ തക്കവണ്ണം വെള്ളം ഉയർന്നപ്പോൾ മലയാള തർജ്ജമയിൽ വന്നുപോയ ഒരു പരിമിതി ഞാൻ അവിടെ എടുത്തു കാണിക്കട്ടെ. നീന്തുവാൻ തക്കവണ്ണം വെള്ളം ഉയർന്നുവെങ്കിലും ആർക്കും കടക്കുവാൻ കഴിയാത്ത ഒരു നദിയായി മാറി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നരിയാണിയോളം അവസ്ഥയിൽ നിൽക്കുന്നവന് പരിശുദ്ധാത്മാവിൻ്റെ കാര്യം സകലതും അറിയാമെന്ന് പറഞ്ഞെന്ന് വരും. മുട്ടോളമുള്ള അവസ്ഥയിൽ കൂടെ പോകുന്നവന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അധികം അറിയാമെന്ന് പറയും. പക്ഷെ നീന്തുവാൻ തക്കവണ്ണം വെള്ളം ഉയരേണ്ടതിന് അടുത്ത 1000 മുഴം കൂടെ കടക്കുമാറാക്കി കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ആർക്കും നീന്തിക്കടക്കുവാൻ കഴിയാത്ത ഒരു നദിയായി മാറി. ഇതിനകത്തെ ആഴമുള്ള അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പറയുവാൻ അറിയാൻ വയ്യ. കാര്യം ഞാൻ ആരും നീന്തി കടന്നിട്ടില്ല. ഞാൻ ഒരിക്കലും നീന്തി കടന്നിട്ടില്ല. ആത്മാവിൻ്റെ ആഴമേറിയ അനുഭവങ്ങളിലേക്ക് ഇറങ്ങുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അനേകർക്ക് ആത്മാവിനെ കുറിച്ച് സകലതും അറിയാമെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു അരയോളമുള്ള അനുഭവത്തിൽ ഇറങ്ങിയിട്ടില്ല. അരയോളമുള്ള അനുഭവത്തിലേക്ക് ഇറങ്ങിയാൽ വിളിച്ചു പറയും, ആർക്കും കടക്കുവാൻ കഴിയാത്ത ഒരു നദിയായി മാറി. ഇനിയും തമ്പുരാന്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ദൈവിക നിയന്ത്രണത്തിന് വേണ്ടി എന്നെ തന്നെ വിട്ടുകൊടുക്കുകയല്ലാതെ എനിക്ക് എൻ്റെ മേൽ നിയന്ത്രണമില്ലാത്ത ഏതാണ്ട് ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ആത്മാവ് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തുടങ്ങി.
ദൈവിക കാര്യപരിപാടികളുടെ ആരംഭത്തെങ്കിലേക്ക് പ്രവേശിക്കുന്നവർ ഒരു പ്രാർത്ഥനക്കൂട്ടം തുടങ്ങിയാൽ ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്തിന് നിർത്തുവാൻ അവർക്ക് കഴിയും. അവർക്കതിന് കഴിവുണ്ട്. ആത്മാവിൻ്റെ ചില അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാതെ വണ്ണം മീറ്റിങ്ങുകളുടെ സമയം നീണ്ടുപോകുന്നത് കാണാം. ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം ആരാധനയ്ക്ക് ഇരിക്കും പറയാൻ അറിയത്തില്ല. ആത്മാവ് നയിക്കുന്നത് പോലെ ആകുന്നിരിക്കും. ചില സഭകളിൽ ആരാധനകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ 9 മണിക്ക് ആരംഭിക്കും, 10 മണിക്ക് ആരംഭിക്കും, 11 മണിക്ക് ആരംഭിക്കും. നിൽക്കുന്നത് എപ്പോഴെന്ന് ഇപ്പം പറയാൻ അറിയാൻ വയ്യ. അന്നേരത്തെ അന്തരീക്ഷം പോലെ എന്തു പറ്റി? ആരും നീന്തി കടന്നിട്ടില്ല. നീന്തി കടക്കുവാൻ കഴിയാതെ വണ്ണം അതൊരു വലിയ നദിയായി മാറി. അപ്രകാരം നീന്തുന്ന അനുഭവങ്ങളിലേക്ക് ബേഥേലിനെ ദൈവം നടത്തിയ നാളുകൾ എനിക്ക് ഓർമ്മയുണ്ട്. കേവലം നരിയാണിയോളം മാത്രം ആത്മമണ്ഡലത്തിൽ ഇറങ്ങിയവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെയായിരിക്കുമെന്ന് പറയുമ്പോൾ ആഴങ്ങളിൽ ഇറങ്ങിയവർക്കായി സ്തോത്രം. ഒരു പുച്ഛത്തോടുകൂടെ അങ്ങനെയുള്ള വ്യക്തികളെ തിരിഞ്ഞു നോക്കിയിട്ട് ജീവിതത്തിന്റെ വളരെ ചെറുപ്പത്തിൽ ഞാനും ഇതുപോലെ ഇരുന്നുവെന്ന് തിരിച്ചു പറയുവാൻ കഴിയും. എന്നാൽ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവം അവസരം ഒരുക്കുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോയി. 47-ന്റെ 5-ാമത്തെ വാക്യം ദയവായി ഒന്നുകൂടെ വായിക്കാമോ? അവൻ പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടപ്പാൻ കഴിയാത്ത ഒരു നദിയായി. ആർക്കും no one can cross it. ആർക്കും നീന്തി കടക്കുവാൻ കഴിയാത്ത നദിയായി. വായിച്ചു. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. അത് മലയാളത്തിന്റെ തർജ്ജിമയുടെ വൈകല്യമാണ്. നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്തതെന്ന് അങ്ങനെ അല്ല യഥാർത്ഥ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നീന്തുവാൻ തക്കവണ്ണം വെള്ളം ഉയർന്നുവെങ്കിലും ആർക്കും കടക്കുവാൻ കഴിയാത്ത ഒരു നദിയായി മാറിയെന്ന് തന്നെയാണ്. വായിച്ചാട്ടതാവട്ടെ. അവൻ എന്നോട് മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു. ആ ചോദ്യം അതിഭയങ്കരമാ. മനുഷ്യപുത്ര കണ്ടുവോ? അവിടെ കണ്ടുവോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഗ്രഹിച്ചുവോ മനസ്സിലാക്കിയോ എന്നൊരർത്ഥമുള്ള പദമാ. എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗൗരവമുള്ളതാണ്. കണ്ടോന്ന് ചോദിച്ചാൽ ഹാവ് യു സീൻ എന്നൊരാശയത്തിലല്ല. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? നിനക്ക് മനസ്സിലായോ? ആത്മാവിൻ്റെ ശൈശവ അനുഭവങ്ങളിൽ നിന്ന് മാറുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് എന്ന് മനസ്സിലായോ? മനസ്സിലാക്കിയോ മനുഷ്യപുത്ര? ഗ്രഹിച്ചുവോ? ഇത് കണ്ടുവോ എന്നൊരു ചോദ്യം ചോദിച്ചു. കണ്ടുവോ, ഗ്രഹിച്ചുവോ, മനസ്സിലാക്കിയോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആത്മമണ്ഡലത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കുവാൻ ആഴങ്ങളിൽ ഇറങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാവിനെ കുറിച്ച് അധികം കേട്ടുകൊണ്ടല്ല, കേവലം തിരുവചനം വായിച്ചും അതിൻ്റെ അർത്ഥവ്യാപ്തിയിൽ നിന്നുകൊണ്ടുമാണ്. സ്നാനപ്പെട്ടതും ആത്മാവിനെ കുറിച്ച് അധികം അറിഞ്ഞുകൊണ്ടല്ല, തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിച്ചുകൊണ്ടാണ്. എന്നാൽ അതിനുശേഷം ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് കൃപയാൽ പദവി തന്നു. ആരംഭകാലങ്ങളിൽ ബാലിശമായ ചിന്തകളിൽ തേണ്ട നരിയാണിയോളമായി മുട്ടോളമായി എന്ന അനുഭവത്തിൽ നിന്നെങ്കിൽ ആത്മാവ് എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. അക്കാലങ്ങളിൽ അനേക ഭക്തന്മാരായ ദൈവദാസന്മാർ, ശക്തന്മാരായ ദൈവദാസന്മാർ പറയുന്ന പദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. യു ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഇന്നതേ സംഭവിക്കാവൂ എന്നില്ല, എന്തും സംഭവിച്ചു എന്ന് വരാം, എന്തും സംഭവിച്ചു എന്ന് വരാം. രോഗികൾ സൗഖ്യമായി എന്ന് വരാം, വിടുതലുകൾ ലഭ്യമായി എന്ന് വരാം. നിശ്ചയമായും പരിശുദ്ധാത്മാവാകയാൽ നാശത്തിലേക്ക് പോകയില്ല. നന്മയുടെ ഏത് അനുഭവവും സംഭവിച്ചുവെന്ന് വരാം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഏൽപ്പിച്ചു കൊടുത്ത നാളുകൾക്കായി സ്തോത്രം. ഗ്രഹിക്കുവാനും പറയുവാനും കഴിയാത്ത ആഴമുള്ള അനുഭവങ്ങളിലേക്ക് ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഗ്രഹിച്ചുവോ? ഒന്ന് ഗ്രഹിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. താവോട്ട് വായിച്ചാട്ടെ. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി. ഒന്ന് ഗൗരവമായി ശ്രദ്ധിച്ചോണം. ആദ്യത്തെ 1000 മുഴം അളക്കുവാൻ തുടങ്ങുന്നതിന് മുന്നമേ തന്നെ വെള്ളം ആരംഭിച്ച ഇടത്ത് ആലയത്തിൻ്റെ വാതുക്കൽ, ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ തീരത്തായിരുന്നു. ഇപ്പോൾ ഞാനൊരു 4000-5000 മുഴം അങ്ങ് അകലേക്ക് മാറി, ആഴങ്ങളിലേക്ക് ഇറങ്ങി. ആ ഭാഗത്ത് എന്നെ കരയിലേക്ക് കയറ്റി. തൻ്റെ 1-ാം മൈലിൽ നിന്ന് ഞാൻ അങ്ങനെ അങ്ങോട്ട് തുടങ്ങട്ടെ. 0 പോയിന്റിൽ നിന്ന് ഞാൻ ആത്മയാത്ര ആരംഭിച്ചു.
ആദ്യത്തെ 1000 മുഴം അളന്നു. 1000 മുഴം കഴിഞ്ഞതോടെ വെള്ളം നരിയാണിയോളമായി. രണ്ടാമത്തെ 1000 മുഴം അളന്നു, വെള്ളം എൻ്റെ മുട്ടോളമായി. മൂന്നാമത്തെ 1000 മുഴം അളന്നു, വെള്ളം എൻ്റെ അരയോളമായി. തുടർന്ന് എത്ര പോയി എന്ന് അറിഞ്ഞുകൂടാ. തെണ്ടെ നീന്തിയിട്ടല്ലാതെ കടക്കുവാനൊക്കാത്ത, നീന്തിയാലും കടക്കുവാനൊക്കാത്ത ഒരു നദിയായി മാറി. ആ സാഹചര്യത്തിൽ ഏതാണ്ട് 3000-4000 അടി മുൻപേക്ക് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മനുഷ്യപുത്ര, ഇനി നീന്തിക്കടക്കാൻ ഒക്കത്തില്ല, ഗ്രഹിച്ചുവോ? കരയിലോട്ട് വാ. നീന്തിക്കടക്കാമെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ, മുഴുവനും പഠിച്ചു തീർന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ, എൻ്റെ ദൈവവൈതലേ, നാം മണ്ടത്തരമാണ് പറഞ്ഞത്. ഇല്ല, ആർക്കും നീന്തിക്കടക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ആ 4000 മുഴം അങ്ങോട്ട് മാറിക്കഴിഞ്ഞതോടെ പറഞ്ഞു, വാ, ഇവിടെ ഒന്ന് കരയ്ക്കോട്ട് കയറി നോക്ക്. 0 പോയിന്റിൽ കരയിൽ നിന്നവനാണ് 0 പോയിന്റ് മുതൽ 4000 അടി വരെ മുഴം വരെ അളന്നു കഴിഞ്ഞ ശേഷം കരയിലേക്കൊന്നു വാ. ചില കാര്യങ്ങൾ ഇവിടെ കാണാം. ആലയത്തിന്റെ മുറ്റത്ത് കാണാതിരുന്ന, ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അരികിൽ കാണാതിരുന്ന ചില കാര്യങ്ങൾ ആത്മാവിന്റെ സാന്ദ്രതയിൽ കാണുവാൻ കഴിയും. വരിക, തീരത്തേക്ക് വരിക. അവൻ എന്നെ അതിന്റെ തീരത്തേക്ക് കൊണ്ടുപോയി. വായിച്ചാട്ടെ. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് കയറിയവന് മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. അവിടെ മാത്രമേ അനുഭവങ്ങൾ ഉള്ളൂ. ഇക്കരെയും അക്കരെയും കുറെ വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടു. എസെക്കേൽ പ്രവാചക, അങ്ങ് ഈ നദിയിലേക്ക് ആദ്യത്തെ ചുവടെടുത്ത് വെച്ചപ്പോൾ ഈ വൃക്ഷങ്ങളൊന്നും ആ തീരത്തില്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. ആദ്യത്തെ 1000 മുഴത്തിന് ഈ വൃക്ഷങ്ങൾ കണ്ടില്ലല്ലോ. ഇല്ല. ഇപ്പോൾ എന്താ കാണുന്നത്? ഇക്കരെയും അക്കരെയും എനിക്ക് കാണാം. നീന്തിയിട്ട് കടക്കുവാൻ കഴിയാത്ത ആഴം ഇതിനുണ്ടെങ്കിലും, ഒഴുക്ക് ഇതിനുണ്ടെങ്കിലും, അതുകൊണ്ടാണല്ലോ നീന്തി കടക്കാൻ ഒക്കാത്തത്. ഇക്കരെയും അക്കരെയും കാണുവാൻ കഴിയും. ഇതൊരു സമുദ്രമല്ല, അക്കരെ ഇക്കരെ കാണാൻ കഴിയാത്തതല്ല. ഇക്കരെയും അക്കരെയും കാണുവാൻ കഴിയും, പക്ഷെ ഒന്ന് കടക്കുവാൻ കഴിയുകയില്ല. അതിനേക്കാൾ കൂടുതൽ ഒഴുക്കുണ്ട്, ആഴമുണ്ട്. തേണ്ടേ എന്നോട് പറയുകയാണ്, കണ്ടോ കുറെ വൃക്ഷങ്ങൾ നിൽക്കുന്നത്. ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത മാസം തോറും പുതിയ ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷമാണ്. ഞാൻ ആ പുതിയ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിലേക്ക് വരാം. സീസണൽ ഫ്രൂട്ട്സ്, അതാത് സീസണിൽ മാറി മാറി കായ്ക്കുന്നതായ ആ വൃക്ഷത്തിലേക്ക് ഞാൻ വരാം. അതിനു മുന്നമേ ഞാൻ ഈ വെള്ളത്തെ ഒന്ന് തൊട്ടോട്ടെ. ഈ വെള്ളത്തിന്റെ പ്രത്യേകത ഞാൻ തുടർന്നത് ഇന്ന് വിശദീകരിക്കുന്നില്ല, അതുകൊണ്ട് ഭാഗങ്ങൾ വായിക്കാതെ തൊട്ടുവിടുകയാണ്. ഈ വെള്ളത്തിന്റെ പ്രത്യേകത, അത് ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവനോടെ ഇരിക്കും. ഇതിനകത്ത് ചലിക്കാതെ വണ്ണം ഇരിക്കാമെന്ന് ഏതെങ്കിലും ഒരു പ്രാണി തീരുമാനിച്ചാൽ അസംഭവ്യം, താങ്കൾ മരിച്ചു പോകും. ഇതിനകത്ത് ജീവിക്കണോ, ആത്മനദിയും ജീവനും കൂടെ നിലനിർത്തണമോ, ചലിച്ചേ മതിയാകെയുള്ളൂ. ആത്മാവിൽ ചലിക്കുന്നവർക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ആത്മാവിൽ ചലിക്കുന്നവർ മാത്രം ആത്മനദിയിൽ ജീവനോടെ ഇരിക്കും. ആത്മാവിൽ ചലിക്കാത്ത സകലതിനും ജീവനില്ലാതെ അത് ജീവൻ വിടും. ഈ വെള്ളം അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴും. ഒരർത്ഥത്തിൽ ചാവുകടലിൽ വീഴുന്ന ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ കടൽ നിർജീവമാണത്, ചാവുകടലാണ്. അതിനകത്ത് യാതൊരു ജീവജാലവും ജീവനോടിരിക്കുന്നില്ല. എന്നാൽ ഈ വെള്ളം അവിടെ ചെന്നാൽ അതിലെ വെള്ളം പഥ്യമാകും. ചാവുകടലിൻ്റെ വെള്ളങ്ങളെ പഥ്യമാക്കുവാൻ തക്കവണ്ണം പഥ്യത നിറഞ്ഞതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവനാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ ജീവനാണ്. ജീവനെ പിടിച്ചടക്കുവാൻ മരണത്തിന് കഴിയുകയില്ല. ഒരിക്കലും മരണത്തിന് ജീവനെ ജയിക്കുവാൻ കഴിയുകയില്ല. യേശു കാൽവറിയിൽ മരിച്ചത് തൻ്റെ ജീവനെ താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് എന്ന് ഒന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മാറട്ടെ. മരണവും ജീവനും തമ്മിലൊരു മൽപ്പിടുത്തം നടന്നാൽ, മരണവും ജീവനും തമ്മിൽ പിടിച്ചാൽ മരണം തോറ്റിരിക്കും, ജീവൻ ജയിച്ചിരിക്കും. യേശു പറഞ്ഞു ഇതിനകത്ത് അല്ല, തിരുവചനം പറഞ്ഞു ഇതിനകത്ത് ജീവനുള്ള സകല പ്രാണിയും ചലിക്കുന്ന സകല പ്രാണിയും ജീവനോടിരിക്കും. ചലിക്കുന്ന സകല പ്രാണിയും ജീവനോടിരിക്കും. ഈ നദി ചെന്ന് ചേരുന്നിടത്ത് വെള്ളം പഥ്യമായി തീരും. ചാവുകടലിലെ വെള്ളത്തെ വരെ പഥ്യമാക്കുന്നതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടിയ മദ്യപാനികളും കുലപാതകന്മാരും മ്ലേച്ഛതകളിൽ ജീവിച്ചവരും മാനസാന്തരപ്പെട്ട് ദൈവിക ജീവനിലേക്ക് വരുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നദിയുടെ പ്രത്യേകത, അത് എവിടെ ചെന്നാലും അതിനകത്ത് ചലിക്കുന്ന സകലതും ജീവനോടിരിക്കും. മരണത്തെ പിടിച്ചടക്കുന്ന ജീവന്റെ വ്യാപാരമാണ് ഈ നദി. ഇന്ന് ഈ നദി നമ്മിലേക്കൊന്ന് ഒഴുകട്ടെ. രോഗവും
ജീവനുമായി പൊരുതിയാൽ രോഗം തോറ്റിരിക്കും, ജീവൻ ജയിച്ചിരിക്കും. ഇന്ന് പകൽ ആഴങ്ങളിലേക്ക് അവിടെ വെച്ച് ഞാൻ ഇറങ്ങുന്നില്ല, ഒരല്പം കൂടെ കഴിയട്ടെ. ഈ നദിയുടെ രണ്ടാമത്തെ പ്രത്യേകത, ഇതിനകത്ത് സകലതും ജീവിച്ചിരിക്കും, ചലിക്കുന്ന സകലതും ജീവിച്ചിരിക്കും. രണ്ട്, ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും സകലതും പഥ്യമായിരിക്കും, എല്ലാം ശുദ്ധമായിരിക്കും എന്ന ആശയമാണ്. എല്ലാം പഥ്യമായിരിക്കും, എല്ലാം ശുദ്ധമായിരിക്കും, എല്ലാം ശുദ്ധമായിരിക്കും. അശുദ്ധി ഈ നദിയുമായി ബന്ധപ്പെട്ടതല്ല. എങ്കിലും, ഒരു വല്ലാത്ത പ്രയോഗമാ, എങ്കിലും അതിനകത്തെ ചേറ്റ് കണ്ടങ്ങളും കുഴിനിളങ്ങളും പഥ്യമാകാതെ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും. ഓ, വല്ലാത്തൊരു പദമാത്. ഞാൻ ആ പദം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഭയം ജനിപ്പിക്കുന്ന ഒരു പദമാ. ഏതാത്മനദിയുടെ അകത്തും എത്ര ആത്മീയരുടെ ഇടയിലും ചില കുഴിനിലങ്ങളുണ്ട്. കുഴിനിലങ്ങൾ ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും, അത് പഥ്യമാകുകയില്ല. ചില ചേറ്റുകണ്ടങ്ങളുണ്ട്, അത് ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും, അത് പഥ്യമാകയില്ല. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട സഭ, ഇത്ര ശക്തന്മാരുള്ള കുടുംബം, ഇതിനകത്തുനിന്ന് ഒരുത്തൻ എന്തേ ഇങ്ങനെയായിപ്പോയത്? മോനെ, ഇത് വലിയ ആത്മനദിയാണെങ്കിലും ഇതിനകത്തുമുണ്ട് ചില ചേറ്റുകണ്ടങ്ങൾ, ചില കുഴിനിലങ്ങൾ. വെള്ളത്തിന് സ്മൂത്തായി ഒഴുകുവാൻ അനുവാദം കൊടുക്കാത്ത അപ്പരിപാടി എനിക്ക് വേണ്ട എന്ന് പറയുന്ന, ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ പറയുന്നത്, മനസ്സിലാകാത്ത അന്യഭാഷ എനിക്ക് വേണ്ട, തിരിച്ചറിയാൻ വയ്യാത്ത ആത്മവിവശത എനിക്ക് വേണ്ട, ഇങ്ങനെ കൂടിയ പരിപാടി എനിക്ക് വേണ്ട. പേടിക്കേണ്ട സഹോദര, താങ്കൾക്കും ഇതിനകത്ത് സ്ഥാനമുണ്ട്. ഉപ്പുപടനയ്ക്ക് വേണ്ടി ഇതിനകത്തെ കുഴിനിലങ്ങളെ വിട്ടുകളയുമെന്ന് തിരുവചനം പറയുന്നു. വെള്ളത്തിന് ഫ്രീ ആയിട്ട് ഒഴുകാൻ കഴിയാത്ത ചില കുഴിനിലങ്ങളും ചില ചേറ്റുകണ്ടങ്ങളും ഉപ്പുപടനയ്ക്കായി വിട്ടേക്കും, ബാക്കി മുഴുവനും പഥ്യമായി തീരും. ഒരു സഭയിൽ 1000 പേർ ആത്മാവിലാകുമ്പോൾ ഞാനും പോയിരുന്നു, എനിക്കൊന്നും പറ്റിയില്ല. മോനെ, നീ ഉപ്പുപടനയ്ക്ക് വേണ്ടി വിടപ്പെട്ട ആ കുഴിമണ്ണാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാഞ്ഞത്. എന്നാൽ ആത്മീയത്തിൽ വളരണമെന്ന് ആഗ്രഹിച്ചവർ മുഴുവനും പഥ്യമായി വന്ന ചരിത്രം നീ കണ്ടുവോ? ഇത് രണ്ട് പ്രത്യേകത ഈ വെള്ളത്തിനുണ്ട്. തണ്ടുവെച്ച പടക അതിലൂടെ പോകയില്ല, പ്രതാപമുള്ള കപ്പൽ അതിൽ ഓടുകയില്ല. അങ്ങനെ കുറെ വിശേഷതകൾ പിന്നെ പറയാനൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് തിരിയുന്നില്ല. ഞാൻ ആ വൃക്ഷങ്ങളുടെ അടുക്കലേക്ക് വരാൻ പോകുകയാണ്. ഈ വൃക്ഷങ്ങളുടെ പ്രത്യേകത, എല്ലാ മാസത്തിലും പുതിയ ഫലം കായ്ക്കും, പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ട്. ആത്മാവിൻ്റെ പ്രത്യേകത, അത് ഒരിക്കലും പഴമയിൽ തന്നെ നിൽക്കുന്നതല്ല, അതിനകത്ത് എന്നും ഒരു പുതുമയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വേദശാസ്ത്രി പഴയതും പുതിയതുമായ തൻ്റെ കലവറയിൽ നിന്ന് പഴയതും പുതിയതുമായ ആശയങ്ങൾ എടുത്ത് പറയുന്നവനാണ്. നിശ്ചയമായും ബാല്യകാലം മുതൽ പഠിച്ചും നിർണയം പ്രാപിച്ചും ഇരിക്കുന്ന തിരുവചനത്തിനകത്തെ പഴയ വ്യാഖ്യാനങ്ങൾ പലതും പറയാനുണ്ടെങ്കിലും അന്നൊന്ന് പരിശുദ്ധാത്മാവ് തരുന്ന പുത്തൻ വ്യാഖ്യാനങ്ങൾക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏത് ശാസ്ത്രിയും പഴയതും പുതിയതുമായ ആശയങ്ങൾ തൻ്റെ കലവറയിൽ നിന്ന് എടുക്കുന്ന ഒരുവനോട് തുല്യമാണ്. തൻ്റെ ദൈവവചനത്തിനകത്ത് പുതിയ ആശയങ്ങളും എന്നുമുണ്ട്, പഴയ വ്യാഖ്യാനങ്ങൾക്ക് കുറവില്ല. ഇത് രണ്ടും ഒരുമിച്ചെടുക്കുവാൻ കർത്താവ് കൃപ തന്നു. ജനുവരിയിൽ കായ്ച്ച ഫലമല്ല ഫെബ്രുവരിയിൽ കായ്ക്കുന്നത്. അതിൻ്റെ അർത്ഥം ജനുവരിയിൽ കായ്ച്ച ഫലമൊന്നും ഫെബ്രുവരിയിലേക്ക് നിലനിൽക്കയില്ലെന്നല്ല, നിന്നേക്കാം. എന്നാൽ ഫെബ്രുവരിയിൽ കായ്ക്കുന്നതുണ്ട്, മാർച്ചിൽ കായ്ക്കുന്നതുണ്ട്, ഏപ്രിലിൽ കായ്ക്കുന്നതുണ്ട്. മാസം തോറും പുതിയ ഫലം. ഓരോ സീസണുകളിൽ പുതിയ പുതിയ ഫലം കായ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നടത്തുന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. എന്നോട് ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, 1990 നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗം എനിക്ക് ഏറ്റവും അംഗീകാര്യമായിരുന്നു. പക്ഷേ 2010 മുതൽ നിങ്ങൾ പറയുന്ന പലതും എനിക്ക് അംഗീകാര്യമല്ല. സഹോദര, പുതിയ ഫലം കായ്ക്കുന്നത് ആത്മീയൻ്റെ ലക്ഷണമാണ്. താങ്കൾക്കതിൽ പരിചയമില്ലാത്തതിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നും അതിൻ്റെ പുതുമകളിലൂടെ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ആത്മാവിൻ്റെ പുതിയ ഫലങ്ങൾ ഓരോ സമയം കഴിയുമ്പോൾ, ഓരോ സീസൺ കഴിയുമ്പോൾ, ദൈവം ഓരോ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ
വരുമ്പോൾ ഭൂലോകത്തെ ഇളക്കി വിറപ്പിക്കുന്ന അനേക ശുശ്രൂഷകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയും അവരാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് പുതിയ അടയാളങ്ങളിലൂടെ വീര്യപ്രവൃത്തികളിലൂടെ ഈ ഭൂമിയെ ഇളക്കുകയും ചെയ്ത് ആയിരങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ടു നിൽക്കുന്ന ആത്മീയനൊരു കൊതിയുണ്ട്, എനിക്കും ആ പുതിയ ഫലം കായ്ച്ചെങ്കിൽ കൊള്ളായിരുന്നു. അദ്ദേഹത്തെ ദൈവത്തിന് അങ്ങനെ ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ ദൈവമേ എന്നെയും ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് മാതൃകകളാകേണ്ടതിന് ദൈവം പലരെ നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ കാലാകാലങ്ങളിലായി ജീവിച്ചിരുന്ന വ്യത്യസ്ത വ്യക്തികളെ എടുത്തുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കൊടുത്ത പുതുമകളുടെ മാർഗങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് ഈ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുവെന്ന് പറഞ്ഞത് കേവലം ഒരേ പാറ്റേണിൽ പോയ ഒരേ കാർബൺ കോപ്പികളുടെ കാര്യമല്ല. അന്നന്ന് ദൈവത്തിങ്കൽ എന്ന് പ്രാപിച്ച പുതുമ നിറഞ്ഞ ആത്മപൂർണരായ ശുശ്രൂഷകന്മാരുടെയും ആത്മീയരുടെയും ചരിത്രമാണ്. വ്യത്യസ്ത അനുഭവങ്ങളുമായി അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കയാൽ ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ സീസണിൽ കായ്ക്കേണ്ട പുതിയ ഫലത്തിലേക്കൊന്ന് മാറുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കൊന്ന് കൃപ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. പുതിയ ഫലങ്ങൾ ഒരേ ആത്മാവിൽ നിന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അനുഭവിക്കുക. ഞാൻ ഈ നദിയെക്കുറിച്ച് ഒരല്പം കൂടെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിച്ചെങ്കിൽ ഉപകാരമായിരുന്നു. ഇതേ നദിയെക്കുറിച്ച്, ആത്മനദിയെക്കുറിച്ച് എസെക്കിയേൽ 47-ൽ പറഞ്ഞിരിക്കുന്ന ആത്മനദി, അതായത് ഇരുകരകളിലും പുതിയ പുതിയ ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങൾ നിൽക്കുന്ന ആ ആത്മനദി, ദയവായി വെളിപ്പാട് പുസ്തകം 22-ന്റെ 1 മുതൽ 3 വരെ വായിക്കാമോ? വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അവിടെ ഒരു ജീവജല നദിയുണ്ട്. അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പഴയ നിയമത്തെക്കാൾ വ്യക്തമായൊരു വെളിപ്പാട് പുതിയ നിയമത്തിലുണ്ട്. നമ്മൾ അവിടേക്ക് ഇറങ്ങി വരും. ആ നദി എന്നെ കാണിച്ചു. ശുഭ്രമായ നദിയാണത്. ചെന്നു ചേരുന്നിടത്ത് സകലത്തെയും പഥ്യമാക്കുന്ന നദിയാണത്. വായിച്ചാട്ടെ. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. ഈ നദിയും ഒരു കര നിന്നാൽ മറുകര കാണാവുന്നതാണ്. ഇക്കരെയും അക്കരെയും ജീവവൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. പിന്നെ അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും പുതിയ ഫലം കായ്ക്കും. 12 വിധ ഫലം കായ്ക്കുന്നതാണ്. പിന്നെ വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. പഴയ നിയമത്തിൽ ഇല്ലാത്ത 2 ഡീറ്റെയിൽസ് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഒന്ന്, ഉത്ഭവസ്ഥാനത്തെ കുറിച്ച് ഒരല്പം കൂടെ വ്യക്തത. 2, അതിൻ്റെ ഫലത്തെക്കുറിച്ച് മാത്രമേ പഴയ നിയമത്തിൽ പറഞ്ഞുള്ളൂ. പുതിയ നിയമത്തിൽ ഇലയെക്കുറിച്ചും കൂടെ തൊടുന്നതായി കാണാം. അതിൻ്റെ ഫലവും അതിൻ്റെ ഇലയും ഇതൊരേ നദിയാണെന്ന് കാണിക്കേണ്ടതിനാണ് അതാത് മാസങ്ങളിൽ വ്യത്യസ്ത ഫലങ്ങൾ കായ്ക്കുന്നതായ പുതിയ നിയമ അനുഭവവും പഴയ നിയമ അനുഭവവും ഒരുമിച്ച് ചേരുന്ന ആ സീസണലായ ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ആ വൃക്ഷത്തിൻ്റെ ഇലയെക്കുറിച്ച് പഴയ നിയമത്തിൽ തൊട്ടില്ല. പുതിയ നിയമത്തിൽ അതിൻ്റെ ഇലയെക്കുറിച്ച് പറഞ്ഞു. ഇത് ജാതികളുടെ രോഗശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ജാതികൾ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന പദം യഹൂദന്മാരിൽ നിന്ന് വന്നവരെ ഒഴിച്ചാൽ ബാക്കിയുള്ളവരെ എന്നാണ്. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വന്നവർക്ക് എന്തു പറ്റും? ഇന്ന് തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്ന് എൻ്റെ ഭാഗമല്ല. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ യഹൂദനിൽ നിന്ന് വന്നവനല്ല, ജാതികളിൽ നിന്ന് കർത്താവിങ്കിലേക്ക് ചേർക്കപ്പെട്ടവനാണ്. ജാതികളിൽ നിന്നുള്ളവർക്ക് ഇത് ഇല രോഗശാന്തിക്ക് ഉതകുന്നതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആയിരങ്ങളെ 10,000-ങ്ങളെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കിയ ചരിത്രം എനിക്കറിയാം. എൻ്റെ കണ്ണുകൊണ്ട് പലതും കാണുവാൻ കൃപയാൽ കർത്താവ് എനിക്ക് പദവി തന്നിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ യേശുവിനോടൊരല്പം വൈരാഗ്യമുള്ളവർക്ക് തൻ്റെ ദിവ്യശക്തിയാൽ ഇപ്രകാരമുള്ളത് കണ്ടുവെന്ന് പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല. ഞാനൊരു നല്ല ഉദാഹരണം ഒന്ന് തൊട്ടോട്ടെ. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് ലാസറിൻ്റെ കല്ലറയുടെ അടുക്കൽ യേശു ചെന്നു. യേശു ലാസറിനെ കല്ലറയിൽ നിന്നും തിരികെ എഴുന്നേൽപ്പിച്ചു. യഹൂദന്മാർ ചത്തുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അടക്കാൻ വിട്ടുകൊടുക്കത്തുള്ളൂ. അടക്കം പൂർണ്ണമായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വാതുക്കൽ കല്ലുരുട്ടി വെക്കത്തുള്ളൂ. കല്ലുരുട്ടി വെച്ചവർക്ക് ഡബിൾ എൻഷുവർ അല്ല, ട്രിപ്പിൾ എൻഷുവർ ഇദ്ദേഹം മരിച്ചതാണ്. അതിൻ്റെ പുറത്താണ് സ്വന്തം പെങ്ങന്മാർ സാക്ഷ്യം പറഞ്ഞത്. 4 ദിവസമായിപ്പോയി, മരിച്ചിട്ട് 4 ദിവസമായി, യാതൊരു ഹോപ്പുമില്ല. സകല സർട്ടിഫിക്കറ്റുകളുടെയും നടുവിൽ 4 ദിവസമായി എന്ന് പറഞ്ഞ സഹോദരിയോട് യേശു ഒരു വാക്ക് പറഞ്ഞു,
വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കല്ലുരുട്ടി വെച്ചവരോട് യേശു പറഞ്ഞു, കല്ലായി ഉരുട്ടി മാറ്റ്, ഞാൻ ചിലത് ചെയ്യാൻ പോകുകയാ. ലാസർ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റു വന്നു. ഓ, അതിൻ്റെ ഒരു ഗൗരവം! റോൺ ചാൾസ് എന്ന കർത്താവിൻ്റെ ദാസൻ, UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ പ്രധാന സ്ഥാനത്തിരുന്ന ബോർഡിൻ്റെ ചെയർമാനായിരുന്ന റോൺ ചാൾസ്, UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ബോർഡിൻ്റെ ചെയർമാനായിരുന്ന റോൺ ചാൾസ് ഒരിക്കൽ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. എക്സ്കവേഷൻ വിങ് പഴയ ചരിത്രങ്ങളും എക്സ്കവേറ്റ് ചെയ്യാറുണ്ട്, പഴയ കൃതികൾ എക്സ്കവേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞത്, ലാസറിനെ അടക്കിയിരുന്ന കല്ലറയുടെ അടുക്കൽ യേശു ചെന്ന് നിന്നു, ലാസറിനെ വിളിച്ചുയർത്തി. ഒത്തിരി ഒത്തിരി പ്രത്യേകതകൾ പറഞ്ഞ കൂട്ടത്തിൽ 1-2 ഞാനൊന്ന് തൊടട്ടെ. ബെഥാന്യയിലെ ലാസർ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ബെഥാന്യക്കാർക്ക് മിസ്രയീമ്യരുടെ കൾച്ചർ ഉണ്ടായിരുന്നു. മിസ്രയീമ്യരുടെ കൾച്ചറിലാണ് ബെഥാന്യക്കാർ ശവശരീരങ്ങൾ മറവ് ചെയ്യുന്നത്. അങ്ങനെ മറവ് ചെയ്യുന്നതിന് മുന്നമേ ആ ബോഡി എൻബാം ചെയ്തിരിക്കും. സുഗന്ധദ്രവ്യങ്ങൾ ഇടുന്നതിന് മുന്നമേ വയറ് കീറി കുടലും പണ്ടവും, തനി മലയാളത്തിൽ പറഞ്ഞാൽ ചങ്കും കരലും, എളുപ്പം അഴുകിപ്പോകുന്ന ഭാഗങ്ങൾ എടുത്തു മാറ്റി തിരിച്ച് അതിനകത്ത് കെമിക്കലുകൾ ചേർത്ത് കുത്തിക്കെട്ടുന്നതിനെയാണ് എൻബാം ചെയ്യുക എന്ന് പറയുന്നത്. അക്കാലത്തെ ടെക്നോളജിയിൽ ബോഡികൾ എൻബാം ചെയ്ത് മമ്മികളാക്കേണ്ടതിന് വെച്ച ശേഷമാണ് അതിനെ അടക്കുന്നത്. ബെഥാന്യയിലെ ലാസറിനെ അടക്കിയപ്പോൾ തൻ്റെ ചങ്കും കരളും എടുത്തു കളഞ്ഞതാ, കുടലും പണ്ടവും എടുത്തു കളഞ്ഞതാ. എൻബാം ചെയ്യപ്പെട്ട ഒരു ബോഡി എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ ഗൗരവം? മനസ്സിലാകുന്നുണ്ടോ ഗൗരവം? റോൺ ചാൾസ് അന്ന് പറഞ്ഞത്, ലാസറിന്റെ കല്ലറയ്ക്കൽ 48 സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ ലാസറിന്റെ ഡെഡ് ബോഡി വെച്ച ഇടത്തെത്തുകയുള്ളൂ. തേണ്ട കൈയും കാലും കെട്ടപ്പെട്ടവനായി 48 സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറി തേണ്ട എൻബാം ചെയ്യപ്പെട്ട ബോഡി ജീവനോടെ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് യഹൂദൻ കണ്ടത്. മരിച്ചവരെ ഉയർപ്പിക്കുക എന്നാൽ ഇതിനപ്പുറത്തൊന്ന് ചിന്തിക്കാനില്ല. അത്രയും വലിയൊരു അത്ഭുതം ചെയ്തു. ചിലർ പറയാറുണ്ട്, അത്ഭുതം കണ്ടാൽ ഞാൻ ഉടനെ മാനസാന്തരപ്പെടുമെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ അന്നത്തെ യഹൂദന്മാർ മൊത്തം മാനസാന്തരപ്പെട്ടു പോയനേയും. ഒന്നുമില്ല. അടുത്ത ദിവസം ലാസറിൻ്റെ വീട്ടിൽ ഒരു സദ്യ നടന്നു. യേശു പന്തിയിൽ ഇരുന്നു, ലാസറും പന്തിക്കിരുന്നവരിൽ ഒരുവനായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മഹാത്ഭുതങ്ങൾ കണ്ട് ലോകം മുഴുവനും രക്ഷിക്കപ്പെട്ടെന്നില്ല. അവരൊരുമിച്ച് പറഞ്ഞത്, യേശുവിനെ കൊല്ലണം, ലാസറിനെയും കൊല്ലണം. കാരണം ലാസറിൻ്റെ സാക്ഷ്യം നമുക്ക് ദോഷം വഹിക്കും. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവരോട് പോലും യേശുവിനോട് വൈരാഗ്യമുള്ളവർക്ക് വൈരാഗ്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതിൻ്റെ അർത്ഥം ആരും മിണ്ടാതിരിക്കുമെന്നല്ല. ചാകാനും ജീവിക്കാനും തയ്യാറുള്ളവർ യേശുവിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ എന്നുമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ശക്തിയേറിയ രോഗശാന്തികൾ, അനേക രോഗശാന്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്, അനേകരും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവരും മാനസാന്തരപ്പെടുമെന്നല്ല. അനീതി ചെയ്യുന്നവൻ അഴുക്കായിരിക്കും, നീതി ചെയ്യുന്ന വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. ഓരോ ദൈവപ്രവൃത്തികളും കാണുവാൻ ദൈവം എനിക്ക് തരുന്ന കരുണയ്ക്കും കൃപയ്ക്കുമായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. തേണ്ട മനുഷ്യപുത്ര, ഗ്രഹിച്ചോ, ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ ചിലതെല്ലാം നടന്നിരിക്കും. ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നതായ വൃക്ഷമാണ് ഈ നിൽക്കുന്നത്. ആത്മാവിൻ്റെ ആദ്യത്തെ 1000 മുഴത്തിന് ഈ അനുഭവങ്ങൾ കണ്ടെന്നു വരത്തില്ല. രണ്ടാമത്തെ 1000 മുഴത്തിന് ഈ അനുഭവങ്ങൾ കണ്ടെന്നു വരത്തില്ല. ഒരാഴത്തിലേക്ക് ഇറങ്ങിയാൽ പുതിയ അനുഭവങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിൻ്റെ ഇല ജാതികളുടെ രോഗസൗഖ്യത്തിനുതകും. ഞാൻ വീണ്ടും പുറകിലോട്ട് വരട്ടെ. ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്തെക്കുറിച്ച് തിരുവചനത്തിൽ വ്യക്തമായ രേഖ ഏറ്റവും വ്യക്തമായി ഇതിവിടെയാണ് കാണുന്നത്. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ശുദ്ധമായ പളുങ്കുപോലെയുള്ള ഒരു നദി അവൻ എന്നെ കാണിച്ചു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നദി.
പഴയ നിയമ പ്രവാചകനെ കാണിക്കുമ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും പുറപ്പെടുന്നതായി കാണിച്ചു. എന്നാൽ ഇതാരംഭിക്കുന്നത് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നല്ല. ഇതാരംഭിക്കുന്നത് ആലയത്തിൻ്റെ അകത്തിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും സിംഹാസനത്തിൽ നിന്ന് തന്നെ ഒഴുകുന്ന ഒരു നദിയാണിത്. അവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഞാൻ പഴയ നിയമ പ്രവാചകൻ കണ്ടത് ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വരുന്നതായിട്ടാ. പുതിയ നിയമത്തിലേക്ക് കയറിയ എന്നെയും നിങ്ങളെയും ഇതൊന്ന് പഠിപ്പിക്കേണ്ടതിനാണ് യോഹന്നാൻ സ്നാപകനെ ദർശനത്തിലാക്കുകയും വൻകാര്യം കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. വീഥിയുടെ നടുവിൽ ഞാൻ ഈ കാഴ്ച കണ്ടു. പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനായ, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാം ദൈവത്തെ ഒരു നദിയാക്കി അവിടെ ചിത്രീകരിച്ചു. ആ നദിയാണ് ഒഴുകി വരുന്നത്. ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങുവാൻ ചിലരൊന്ന് സമർപ്പിക്കുമോ? നാം അതിൻ്റെ തീരങ്ങളിൽ നടന്നു, അതിനായി സ്തോത്രം. പൊത്തം മുങ്ങുന്ന വെള്ളത്തിലും മുട്ടോളം ഇറങ്ങുന്ന വെള്ളത്തിലും അരയോളമുള്ള വെള്ളത്തിലും ഇറങ്ങിയ വ്യത്യസ്ത അനുഭവമുള്ളവർക്കായി സ്തോത്രം. എന്നാൽ അവിടെ കൊണ്ട് അളവ് നിർത്താത്ത ദൂതൻ പിന്നെയും പിന്നെയും അളക്കുകയും എന്നെ ആഴങ്ങളിലേക്ക് ഇറക്കുകയും ചെയ്തതിനാൽ ജീവവൃക്ഷങ്ങൾ കാണുവാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. അതാത് മാസങ്ങളിൽ ഓരോ മാസവും പുതിയ ഫലം കായ്ക്കുന്ന, ഓരോ സീസണിൽ അതാതിൻ്റെ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം, അതിൻ്റെ പ്രത്യേകത. ഞാൻ അടുത്തൊരു പടിയിലേക്ക് പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവർത്തിക്കപ്പെടുമോ? അതെ, ആവർത്തിക്കപ്പെടും. അത് പുതിയ അളവുകളിൽ, പുതിയ ജ്ഞാനത്തിൽ, പുതിയ സമ്പ്രദായത്തിൽ, പുതിയ ലെവലുകളിലേക്കൊരു വ്യക്തിയെ ഉയർത്തേണ്ടതിനായി അത് ആവർത്തിക്കപ്പെടും. ഉദാഹരണത്തിന് ഞാൻ ദാവീദിൻ്റെ ചരിത്രം എടുക്കട്ടെ. ദാവീദിനെ ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും അഭിഷേകം ചെയ്തതായി ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ശമൂവേൽ പ്രവാചകന്റെ തൈലം കൊണ്ട്, തൻ്റെ കൊമ്പിലെ തൈലം കൊണ്ട് ദാവീദ് അഭിഷക്തനായ ചരിത്രം കാണാം. എനിക്ക് രാജശുശ്രൂഷ ചെയ്യേണ്ടതിനായി എനിക്കൊരു രാജാവായി ഞാൻ ഈശായിയുടെ മക്കളിൽ നിന്ന് ഒരുവനെ തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണമെന്ന് ദൈവം പ്രവാചകനോട് പറയുകയും ശമൂവേൽ പ്രവാചകൻ തൻ്റെ ദാവീദിനെ തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അഭിഷേകം ചെയ്യുകയും ചെയ്തു. എന്തിന്? ഇസ്രായേലിന് രാജാവാകുവാൻ, ദൈവത്തിന് രാജാവാകുവാൻ. അതാണ് കറക്റ്റ് ഉപയോഗം. ഭരിക്കുന്നത് ഇസ്രായേലിനെ ആണെങ്കിലും എനിക്ക് വേണ്ടി അവനെ അഭിഷേകം ചെയ്യണം. ദൈവത്തിന് വേണ്ടി തന്നെ അഭിഷേകം ചെയ്തു. ആ അഭിഷേകം കൊണ്ട് സിംഹത്തെയും കരടിയെയും നേരിടുവാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞുള്ളൂ. ആ അഭിഷേകം കൊണ്ട് ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഭയം ഓടുവാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞുള്ളൂ. ആ അഭിഷേകം കൊണ്ട് ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിയെങ്കിലും അത് തനിക്ക് തന്നെ ദോഷം വരുമാറ് അസൂയ ഉണ്ടാക്കുവാൻ മാത്രമേ കാരണമായുള്ളൂ. ആകയാൽ തനിക്ക് രണ്ടാമതൊരു അഭിഷേകം ആവശ്യമായിരുന്നു. ദാവീദിന് ഒന്നാമത്തെ അഭിഷേകം 1 ശമൂവേൽ 16-ന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ലഭിച്ചെങ്കിലും 2 ശമൂവേലിലേക്ക് നമുക്ക് വരാം. ഒന്ന് വായിക്കാം. 2 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. 2 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. 2-ാം പ്രാവശ്യം 2-ാം സീസണിലേക്കുള്ള അഭിഷേകം. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗ്രഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. സത്യത്തിൽ 12 ഗോത്രങ്ങൾക്കും രാജാവായി സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദൈവത്തിന്റെ പ്രവാചകനായിരുന്ന ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തതാകുന്നു. പക്ഷേ ആ സീസണിലേക്കുള്ള അഭിഷേകം കൊണ്ട് തനിക്ക് രാജത്വത്തിന്റെ ട്രെയിനിങ് ലഭിക്കുവാനിടയായി. ഗോലിയാത്തിനോട് മല്ലടിക്കുവാനുള്ള ഒരു ട്രെയിനിങ് ആയി. കരടിയോടും സിംഹത്തോടും മല്ലിട്ടു. കാട്ടിൽ കൂടെ അലഞ്ഞു നടക്കുവാനൊക്കെയാണ് പിന്നെ തനിക്ക് വിധിയുണ്ടായത്. ഇതെല്ലാം ആയെങ്കിലും അഭിഷേകം നഷ്ടമായില്ല. കാലത്തിന്റെ പോക്കിൽ വേറൊരു ലെവലിലേക്ക് തൻ്റെ മേലൊരു അഭിഷേകം വന്നു വീണു. യഹൂദ ഗോത്രത്തിന് രാജാവാകേണ്ടതിന് യഹൂദ്യർ വന്ന് ദാവീദിനെ 2-ാം പ്രാവശ്യം അഭിഷേകം ചെയ്യുന്ന ചരിത്രമാണ് 2 ശമൂവേൽ 2-ന്റെ 4 നമ്മൾ വായിച്ചത്. 3-ാം പ്രാവശ്യത്തേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. അതിനടുത്ത് ഒരു പടിയിലേക്ക് ഉയരണ്ടേ ദാവീദേ? അഭിഷേകത്തിന്റെ വാഗ്ദത്തമാണ് സത്യത്തിൽ ശമൂവേൽ പ്രവാചകൻ മുഖേന അങ്ങയ്ക്ക് ലഭിച്ചത്. അല്ല, അങ്ങയ്ക്ക് അഭിഷേകം തന്നെ ലഭിച്ചു. പക്ഷെ പ്രായോഗികമായി വന്നത് കേവലം അഭിഷേകത്തിന്റെ ചിഹ്നമായിരുന്നു. തൻ്റെ തലയിൽ അഭിഷേക തൈലം വീണതാ. തലയിൽ തന്നെയല്ല, തൻ്റെ ശരീരത്ത് മുഴുവനും. ഏതാണ്ട് 1.5 ലിറ്റർ ഓയിലാണ് അന്ന് തൻ്റെ മേൽ വീണത് എന്ന ഒരു കണക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ശമൂവേൽ പ്രവാചകൻ
ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ പോകുവാൻ ഉത്തരവ് ലഭിക്കുമ്പോൾ പറഞ്ഞത്, ദൈവമേ, തേണ്ട ശൗൽ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. കാര്യം ശൗൽ അറിയാതെ വേണം പോയി അഭിഷേകം ചെയ്യേണ്ടത്. അതുകൊണ്ട് യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കൊമ്പിൽ തൈലം നിറയ്ക്ക്. കൊമ്പെന്ന് പറയുന്നത് അക്കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വഴിമധ്യേ കുടിക്കുവാനുള്ള വെള്ളം കൊണ്ടുപോകുന്ന തോലുകൊണ്ടുള്ള പാത്രമാണ്. അതിനെയാണ് കൊമ്പെന്ന് വിളിക്കുന്നത്. തൈലക്കൊമ്പ് എന്നൊരു ഉപകരണം ദേവാലയത്തിൽ ഇല്ല. ദേവാലയത്തിലെ നിർമ്മിതി തൈലപാത്രങ്ങളാണ്. ഇവിടെ തൈലപാത്രത്തിൽ തൈലം നിറയ്ക്കാനല്ല പറഞ്ഞത്. പകരം നീ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന കൊമ്പുണ്ടല്ലോ, ശൗൽ അറിയാതിരിക്കേണ്ടതിന്, നിന്റെ അരയിലത് കെട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ ദണ്ട നീ വെള്ളം കുടിക്കാൻ വെള്ളം കൊണ്ടുപോകുകയാണെന്ന് ശൗലും അവൻ്റെ ആളുകളും മനസ്സിലാക്കുകയുള്ളൂ. പക്ഷെ അതിനകത്ത് തൈലം നിറയ്ക്ക്. മാത്രവുമല്ല, ഞാൻ ദാവീദിന്റെ മേൽ പകരുന്ന അഭിഷേകം ചില്ലറ അഭിഷേകമല്ല, അത് തൊട്ടുപുരട്ടിയാൽ തീരുന്ന അഭിഷേകമല്ല. 1.5 ലിറ്റർ കൊള്ളുന്ന തൈലക്കൊമ്പിൽ തൈലം നിറയ്ക്കുക, അങ്ങനാ പറഞ്ഞത്. തൈലക്കൊമ്പ് തുറന്ന് തൻ്റെ തലയിലേക്ക് അത് ഒഴിച്ചു. ഒരു മനുഷ്യൻ്റെ തലയിലേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിക്കാമെങ്കിൽ, എണ്ണ ഒഴിക്കാമെങ്കിൽ, നിശ്ചയമായി അത് താഴെയോട്ട് ഒഴുകും. അഹരോന്റെ തടിയിലൂടെ ഒഴുകുന്ന പവിത്ര തൈലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദിന്റെ തലയിലൂടെ താഴോട്ട് ഒഴുകിയതായ ആ തൈലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അഭിഷേക തൈലം ഉണ്ടല്ലോ, അത് തൻ്റെ ശരീരത്ത് തൂക്കിയിട്ടിരുന്ന വീണയെയും കിന്നരത്തെയും അഭിഷേകം ചെയ്തു. അത് തൻ്റെ ശരീരത്തെ അഭിഷേകം ചെയ്തുകൊണ്ട് താഴോട്ട് വന്നു. തൻ്റെ അരയ്ക്ക് കെട്ടിയിരുന്നതായ ഇടയസഞ്ചിയായ പൊക്കണത്തിലും തൻ്റെ ആ കവണയിലും എല്ലാം ഈ അഭിഷേകമായി. എന്തിന്, തൻ്റെ കാലിലും താൻ പിടിച്ചിരുന്ന വടിയിലും വരെ അഭിഷേകമായി. ഞാൻ ഇവനിക്കുള്ളതും അഭിഷക്തമാകത്തക്കവണ്ണം 1.5 ലിറ്ററിൻ്റെ ഒരു അഭിഷേകം തൻ്റെ മേൽ വീണതാണ്. വേദപുസ്തക ചരിത്രത്തിൽ കൊമ്പിൽ നിന്നുള്ള തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട 2 വ്യക്തികളെ ഞാൻ ഓർക്കുന്നുള്ളൂ, ദാവീദും ശലോമോനും. ബാക്കി ആർക്കും അങ്ങനെ ഒരു അഭിഷേകം ലഭിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. ആരെങ്കിലും ഓർത്താൽ നല്ലത്, ഇല്ലെന്നല്ല, ഉണ്ടെന്നുമല്ല, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ താഴോട്ട് പോകുവാനായി ആഗ്രഹിക്കുന്നു. ഈ 2 അഭിഷേകങ്ങൾ കഴിഞ്ഞ ശമൂവേലിന് 3ാമതൊരു അനുഭവത്തിലേക്ക് മാറുന്നതാണ് 2 ശമൂവേൽ 5-ാം അധ്യായത്തിൻ്റെ 3ാമത്തെ വാക്യം. 2 ശമൂവേൽ 5-ാം അധ്യായത്തിൻ്റെ 3ാമത്തെ വാക്യം. മുഴു ഇസ്രായേലിന് വേണ്ടിയും തന്നെ രാജാവായി അവിടെ വെച്ച് അഭിഷേകം ചെയ്യുന്നതായി കാണാം. വായിച്ചാട്ടെ ദയവായി 2 ശമൂവേൽ 5:3. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. 3ാമത്തെ പ്രാവശ്യം തൻ്റെ മേൽ ഒരു അഭിഷേകം വീണത് മുഴു ഇസ്രായേലിന് രാജാവായിട്ടാ. ഇന്ന് എൻ്റെ മേലുള്ള അഭിഷേകം ഏത്? സഹോദര അങ്ങയുടെ മേൽ, സഹോദരി അങ്ങയുടെ മേൽ, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മേൽ ഉള്ള അഭിഷേകം എന്തിനു വേണ്ടിയാ? 1-ാം പടി അഭിഷേകം, അത് ആ മാസത്തെ ഫലം കായ്ച്ചു. സിംഹത്തെ കൊന്നു, കരടിയെ കൊന്നു, തേണ്ട ഗോലിയാത്തിനെ എറിഞ്ഞിട്ടു. 2-ാം പടി അഭിഷേകം 2.5 ഗോത്രങ്ങൾക്ക് രാജാവായി. 3-ാം പടി അഭിഷേകം മുഴു ഇസ്രായേലിനും രാജാവായി. ഇന്ന് പകൽ അഭിഷേകത്തിൻ്റെ ലെവലുകൾ വളരുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പൊത്ത മുങ്ങുന്ന വെള്ളം കൊണ്ട് തീരരുത്, മുട്ടോളമായ വെള്ളം കൊണ്ട് തീരരുത്. ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, അഭിഷേകത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ ഒരു ദൈവകൃപ നമ്മുടെ മേൽ ഇരിക്കട്ടെ. പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ മൂടി. ആ മേഘത്തിൽ അഭിഷേകത്തിൻ്റെ വ്യാപാരമുണ്ട്. മേഘത്തിൽ അഭിഷേകത്തിൻ്റെ വ്യാപാരമുണ്ടെന്ന് ഒരു പ്രാവശ്യം കൂടെ കാണേണ്ടതിന് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം നോക്കാം. ഒരു സൂചന നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 44. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഇത് ഏലിയാവിന്റെ കാലത്തെ സംഭവമാണ്. 3 ആണ്ടും 6 മാസവും മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളഞ്ഞ ഏലിയാവ് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മഴ പെയ്യുമെന്ന് പറഞ്ഞേച്ച് താൻ വിളിച്ചു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി മാറിയിരുന്ന് മുട്ടുകളുടെ ഇടയിൽ തലയിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണിത്. 1-ാമത്തെ പ്രാർത്ഥന കഴിഞ്ഞു. ഒരു ഭൃത്യനോട് പറഞ്ഞ് നീ സമുദ്രത്തിന്റെ നേരെ പോയി നോക്ക്. 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം, 5-ാം പ്രാവശ്യം, 6-ാം പ്രാവശ്യം വരെ ഭൃത്യൻ പിന്നെയും പോയി വന്നു നോക്കി. ഒരു ചേഞ്ചും ഇല്ല. ചിലർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേച്ച്, കണ്ണില്ലാത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിച്ചേച്ച് കണ്ണ് കാണാമോ? ഇല്ല. ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. കണ്ണ് കാണാമോ?
ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. കണ്ണു കാണാമോ? ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടത്തെ ഏലിയാവ് ഇതേ ശൈലിയാണ്. പോയി നോക്ക്, വല്ലതും കണ്ടോ? ഒന്നുമില്ല. പിന്നെയും തലയിട്ട് പ്രാർത്ഥിച്ചു, വല്ലതും കണ്ടോ? ഒന്നും കണ്ടില്ല. പിന്നെയും മുഴങ്കാലുകളുടെ കീഴിൽ തലകുനിച്ചു. ഓ പാസ്റ്റർ യശ്വന്തകുമാർ ഒരിക്കൽ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ആ ഭാഗം വർണ്ണിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. തലമുറയുടെ അപ്പസ്തോലനായി, തലമുറയുടെ പ്രവാചകനായി എഴുന്നേറ്റ് നിൽക്കുന്ന പ്രവാചക, അങ്ങൊരു കാര്യം ഓർത്തോണം, അങ്ങൊരു കാര്യം ഓർത്തോണം. എത്രത്തോളം അങ്ങയുടെ തല മുഴങ്കാലുകളുടെ ഇടയിലേക്ക് വളയുമോ അതിനനുസരിച്ച് നട്ടല്ലേൽ വേദന എടുക്കും. വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, 7ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു, പോയി നോക്ക്, തന്റെ ഭൃത്യൻ മടങ്ങുമെന്ന് പറയുകയാണ്. ഒരു മനുഷ്യന്റെ കൈ പോലെ ഏദനിലെ നദി ഒരു സോഴ്സിൽ നിന്ന് ഉത്ഭവിച്ച് 4ആയി തിരിഞ്ഞു. പുതിയ നിയമത്തിലെ നദി ഒരു സോഴ്സിൽ നിന്ന് ആരംഭിച്ച് 5 ശുശ്രൂഷകളായി തിരിയും. 5-fold മിനിസ്ട്രി എന്നതിനെ വിളിക്കും. ഒരു മനുഷ്യന്റെ കൈ പോലെ അല്പം മേഘം ഉയരുന്നത് ഞാൻ കണ്ടു. ഏലിയാവ് പറഞ്ഞു, മതി, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. നീ ആഹാബിനോട് പറ, രഥം പൂട്ടി പൊയ്ക്കോ, മഴ നിന്നെ വഴിയിൽ തടയാതിരിക്കേണ്ടതിന്. 5-fold മിനിസ്ട്രി, അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, അധ്യാപകൻ എന്നിങ്ങനെയുള്ള 5 വിധ ശുശ്രൂഷകൾ ഒരു മെയിൻ സോഴ്സിൽ നിന്ന് പിരിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയ്ക്ക് തുല്യമാണ് മേഘം കാണിച്ചു കൊടുത്തത്. മേഘത്തിലൊരു അഭിഷേകം, അഭിഷേകത്തിൻ്റെ മേഘമെന്നാണ് ഞാൻ ഇന്നത്തെ മെസ്സേജിന് പേരിട്ടത്. മുന്നോട്ട് പോകട്ടെ. ഇത് കണ്ടെങ്കിൽ അടുത്ത പെരുമഴയുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഉണർവുകളെക്കുറിച്ച് ശക്തമായി പ്രവചിച്ചിരുന്ന പ്രവാചകന്മാർ, അതിശക്തമായി ദൈവം ഉപയോഗിച്ചിരുന്ന കർത്തൃദാസന്മാർ പറഞ്ഞിരുന്ന ചില വാചകങ്ങൾ, ശുശ്രൂഷകൾ ദൈവവചന പ്രകാരം യഥാസ്ഥാനപ്പെട്ടാൽ അന്നാണ് ഒരു ഉണർവുണ്ടാകേണ്ടത്. വചന ശുശ്രൂഷ ഗൗരവമുള്ളതാണ്, സുവിശേഷീകരണം ശക്തമാണ്. എന്നാൽ എല്ലാ ശുശ്രൂഷകളും കൂടെ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ സഭ ഉണർത്തപ്പെടുകയുള്ളൂ, വളർത്തപ്പെടുകയുള്ളൂ. നിർഭാഗ്യവശാൽ ക്രൈസ്തവ വിരോധികൾക്ക് 5 കൃപാവരങ്ങൾ ഒരുമിച്ച് പോകുന്നതിനോട് ഭയങ്കര എതിർപ്പാണ്. എതിർത്തിട്ട് കാര്യമില്ല. അത് ദൈവത്തിൻ്റെ വിധിയാണെങ്കിൽ സമർപ്പിക്കപ്പെട്ട ദൈവ പൈതലേ, ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടി ചോദ്യര് നമുക്ക് അടുത്ത ആഴത്തിലേക്ക് ഇറങ്ങാം. അടുത്ത ആഴത്തിലേക്ക് ഇറങ്ങാം. ചില വൻകാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി നമ്മിലൂടെ ചെയ്യട്ടെ. ഇന്ന് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി താല്പര്യപ്പെടുകയാണ്. ഈ മാസത്തിൽ ഈ സഭ വെച്ചിരുന്ന ഒരു തീം, കർത്താവായ യേശു തൻ്റെ ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ചരിത്രമാണ്. കൊണ്ടുചെന്നവരുടെ വിശ്വാസം മാനിച്ച് അവൻ്റെ പാപങ്ങൾ മോചിച്ച ശേഷം അവനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് പൊയ്ക്കോളാൻ ആവശ്യപ്പെടുകയും താൻ തൻ്റെ കിടക്കയെടുത്ത് പോകുകയും ചെയ്ത ഒരു രംഗമായിരുന്നു ഈ മാസത്തെ നമ്മുടെ തീമായി നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഞാൻ അതിനോട് ചേർത്ത് യെശയ്യാവിൻ്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 19ഉം 20ഉം വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ചു നിർത്തുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നമ്മുടെ സമയമാകുന്നു. യെശയ്യാവ് 43:19-20. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നമുക്ക് വിശ്വാസക്കണ്ണാലെ കാഴ്ച കണ്ടൊന്ന് ഏറ്റെടുക്കാം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. വായിച്ചു. അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. മാന്യതയേറിയ പലരും പരിശുദ്ധാത്മാവിനെ നിന്ദിച്ച് തള്ളുമ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യതയില്ലാത്തവരെന്ന് സമൂഹം വ്യാജമായി പറയുന്ന ആളുകൾ ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപയിലേക്ക് ഇറങ്ങി വന്നാൽ കർത്താവിന് പറവാനുണ്ട്, ഞാൻ പുതുതായി ചിലത് ചെയ്യാൻ പോകുകയാണ്. ഞാൻ ഏതാണ്ട് ഒരു വൃക്ഷം ഇവിടെ വെക്കുകയാണ്. ആ വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗസൗഖ്യത്തിന് ഉപയോഗിക്കും. ആ വൃക്ഷത്തിൽ എല്ലാ മാസവും സീസണലായ പുതിയ ഫലം കായ്ക്കും. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി പുതിയ അളവിൽ ഫലം കായ്ക്കുവാൻ, പുതിയ തരം ഫലം കായ്ക്കുവാൻ
എൻ്റെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത, എൻ്റെ നാട്ടുകാർ കേട്ടിട്ടില്ലാത്ത, എൻ്റെ തലമുറക്കാർ അറിഞ്ഞിട്ടില്ലാത്ത ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവമേ എന്നെ അയക്കണമേ എന്ന് പറയുന്നവർക്ക് വേണ്ടി എന്നും തിരുസന്നിധിയിൽ ധാരാളം സ്റ്റോക്കുള്ളവനായ ദൈവം അന്നേക്ക് ആവശ്യമുള്ള മന്ന അന്നു പെയ്യിച്ചു തരുന്നവൻ. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ആവശ്യമുള്ള മന്ന, ഈ സാമ്പത്തിക മാന്യത നിലവിലുള്ള ഈ കാലത്തേക്ക് ആവശ്യമുള്ളത് ഇന്ന് പകൽക്കാലം എത്തിച്ചു തരുവാൻ ഇതാ ഞാൻ പുതുതോന്ന് ചെയ്യുകയാണ്. കണ്ണുകളടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഇന്ന് പകൽക്കാലം അടിയൻ പിന്നെയും ചില പുതിയ രോഗശാന്തികൾ അങ്ങയോട് ചോദിക്കുകയാണ്. അങ്ങയുടെ ജനത്തെ സഹായിപ്പാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ച യേശുവേ, രോഗികളെ സൗഖ്യമാക്കുവാൻ ഞങ്ങളെ പറഞ്ഞയച്ച പിതാവേ, ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലും അധികാരത്തിലും ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ചിലർ വിടുതലാകുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. ഒരു ദൈവിക വിമോചനവും വിടുതലും ഇന്ന് പകൽ അവരുടെ മേൽ സംഭവിക്കട്ടെ. കാലങ്ങളായി ഭാരമനുഭവിച്ച ചിലർ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രരാകട്ടെ. ഒരു ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് പകൽ അവരുടെ മേൽ ഉണ്ടാകട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവിനെ ആരാധിക്കുവാൻ ലഭിച്ച ഓരോ അവസരവും നമ്മൾ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുവാൻ പാട്ടുകൾ പാടി ആരാധിച്ചു. വചന ശുശ്രൂഷയിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിന്നും ശ്രവിച്ചു. തുടർന്ന് കർത്താവിന് നൽകുവാൻ ഉള്ള സമയം, ഈ ഫ്യൂ സെക്കൻഡ്സ് ബൈ ദ ക്ലോക്ക്, ദൈവസന്നിധിയിലുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മളുടെ ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അവസരങ്ങളുടെയും സകലത്തിൻ്റെയും ഒരാകത്തുക കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ദശാംശങ്ങളും സ്തോത്രകാഴ്ചകളും അർപ്പിക്കുന്നത് ആരാധനയുടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ് എന്ന് മനസ്സിലാക്കി കർത്താവിന് നൽകുവാനുള്ളവർ അവരുടെ സ്വന്തം മനസ്സിനാൽ, നിർബന്ധത്താലല്ല, സ്വന്തം മനസ്സിനാൽ നൽകുവാനുള്ളത് നൽകിയാലും സ്ക്രീനിൽ കാണുന്ന ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. നൗ, എല്ലാ ദിവസവും നടന്നു വരുന്ന ഫാമിലി പ്രെയർ ഇപ്പോഴും നടന്നു വരുന്നു. നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ആ ഫാമിലി പ്രെയർ അറ്റൻഡ് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ബethel AG ചർച്ചിൻ്റെ ഡെയിലി കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വളരെ ശക്തമായി അനേക കാര്യങ്ങൾ ദൈവജനത്തിൻ്റെ നന്മയ്ക്കായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഭാഗവാക്കാകുവാൻ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചാൽ എല്ലാ ദിവസവും നടക്കുന്ന ബൈബിൾ സ്റ്റഡീസ്, ഫാമിലി പ്രയർ, ഓരോ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നിങ്ങൾക്ക് നൽകി തരുവാനിടയായിത്തീരും. അത് ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനും ആത്മീയ അനുഗ്രഹത്തിനും ആത്മീയ വർധനവിനും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളവർക്ക് റേഡിയോയിൽ കൂടെ പോലും എന്നതുപോലെ റേമ റേഡിയോയിൽ നിന്നും കേൾക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആ വാട്സാപ്പ് മെസ്സേജിൽ ആ കാര്യങ്ങൾ, അതിൻ്റെ ലിങ്കുകൾ എല്ലാം ലഭ്യമായിരിക്കും എന്നോർപ്പിക്കട്ടെ. സൺഡേ സ്കൂൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ കൂടി വരാൻ സാധിക്കാത്തതിനാൽ സൂം മീറ്റിംഗ്സിൽ കൂടെ നടക്കുന്ന സൺഡേ സ്കൂൾ ക്ലാസ്സസിന് ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും കടന്നു വരുന്ന അനേക കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹ വിഷയമാകുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു സൺഡേ സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ ഭവനത്തിൽ മൊബൈൽ ഫോൺസിൽ കൂടെ, കമ്പ്യൂട്ടേഴ്സിൽ കൂടെ, ലാപ്ടോപ്പിൽ കൂടെ, ഐപാഡിൽ കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളിൻ്റെ ഭാഗവാക്കാകുവാൻ സാധിക്കും. ഞങ്ങൾ അതിനായി ആ കുഞ്ഞുങ്ങളെ കൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചേർന്ന് പാടി കർത്താവിനെ ഒരിക്കൽ കൂടെ വാഴ്ത്താം. എൻ്റെ ബലമായ കർത്തനൻ ശരണമാതകയാകില്ല, പാടിടും ഞാൻ ഉലകിൽ. ചേർന്ന് കരങ്ങളെ തട്ടി ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ, ചാരിടും ഞാൻ അവരിൽ. ഏറ്റവും ഉറപ്പുള്ള
ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. ഉള്ളക്കാരത്തിൽ വരച്ചവൻ ഊർവികദീശത്താൽ എന്നോടെ ആശ്വാസകൻ. ഉള്ളക്കാരത്തിൽ വരച്ചവൻ ഊർവികദീശത്താൽ എന്നോടെ ആശ്വാസകൻ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാം മഹിതലമതു തീജ്വാല ഇരയായി മാറുകിലും. മാറും മനുജരെല്ലാം മഹിതലമതു തീജ്വാല ഇരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ, നോക്കി പാർത്തിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ, നോക്കി പാർത്തിടും. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷങ്ങൾ മുതൽ നമ്മുടെ പാട്ടുകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. വചന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഭവനങ്ങളെ സ്പർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നൽകുവാനും ആരാധിക്കുവാനും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാനും ദൈവഹിതം മനസ്സിലാക്കുവാനും ഈ ആരാധന നമ്മുടെ ജീവിതത്തിൽ ധന്യമായ ഒരു അനുഭവമാക്കി തീർത്തു എന്ന് ഞങ്ങൾ എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് വരുന്ന ഒരാഴ്ചയിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഏറ്റവും ഭദ്രമായി വിരിച്ച ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മളെ പരിപാലിക്കുവാൻ പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ മടങ്ങിപ്പോകാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷങ്ങൾ മുതൽ ഞങ്ങളുടെ പാട്ടുകളിൽ, വചന ശുശ്രൂഷയിൽ, ഞങ്ങളുടെ ആരാധനയുടെ ഓരോ ഘടകങ്ങളിൽ കർത്താവിന്റെ തിരുസാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. യേശുവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തന്ന പദവിക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അങ്ങേ ആരാധിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. വരുന്ന ഒരാഴ്ച മുഴുവൻ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ വിശുദ്ധയാഗമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുവാൻ ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുവിന്റെ കൃപയും
ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മളോടും നമ്മളോർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.